പാർലമെന്റ് തുടങ്ങാനിരിക്കുകയാണ്. സർവകക്ഷി യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഒഴിവ് വന്ന 12 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഇന്നാണ് നടക്കുക. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഡൽഹിയെ സംബന്ധിച്ച് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ വരാനിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് പാർലമെന്റ് തുടങ്ങാൻ പോകുന്നു. അതിന് മുന്നോടിയായി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. വിശദാംശങ്ങൾ എങ്ങനെ? വെരി ഗുഡ് മോർണിംഗ് പ്രവിത. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ സർവകക്ഷി യോഗം, സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് എല്ലാ പാർട്ടികളെയും ഈ യോഗത്തിനായി ക്ഷണിച്ചിരിക്കുന്നത്. യോഗത്തിൽ പ്രധാനമായും പാർലമെന്റിന്റെ സുഗമമായ നടത്തിപ്പിനായി പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം തേടുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു യോഗത്തിന്റെ ഉദ്ദേശം. ഇന്ന് രാവിലെ 11 മണിക്ക് പാർലമെന്റ് അനക്സിൽ വെച്ചാണ് ഈ യോഗം ചേരുന്നത്. അതേസമയം പ്രതിപക്ഷത്തിന്റെ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. കോൺഗ്രസിന്റെ യോഗം, സ്ട്രാറ്റജി മീറ്റിംഗ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചേരുന്നുണ്ട്. ഒപ്പം തന്നെ നാളെ രാവിലെ 10 മണിക്ക് പ്രതിപക്ഷ പാർട്ടികൾ, ഇന്ത്യ സഖ്യത്തിന്റെ ഒരു യോഗവും ചേരുന്നുണ്ട്. ഈ യോഗത്തിലായിരിക്കും ഏത് തരത്തിലാണ് പാർലമെന്റിനകത്ത് ഭരണപക്ഷത്തെ നേരിടേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. പ്രധാനമായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ബില്ലുകൾ, ആണവ ഊർജ്ജ ബില്ല് അടക്കമുള്ള ബില്ലുകൾ, 12 ബില്ലുകളാണ് ഇത്തവണ 15 ദിവസം നീണ്ടു നിൽക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ഇരിക്കുന്നത് സർക്കാർ എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം SIR അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ പ്രതിഷേധം പാർലമെന്റിനകത്ത് സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം. ഇന്നും നാളെയും നടക്കുന്ന പ്രതിപക്ഷ യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. ഡൽഹിയിൽ MCDയിലെ ഒഴിവ് വന്ന 12 സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ 11 സീറ്റുകളിലും സ്ഥാനാർത്ഥികൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഉണ്ടായത്. BJPയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ കടുത്ത മത്സരം തന്നെയാണ് ഈ 12 വാർഡുകളിലും നടക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഈ പോളിംഗിനോടനുബന്ധിച്ച് പ്രത്യേക യാത്രാ ക്രമീകരണം ഡൽഹി മെട്രോയുടെയും ബസിൻ്റേത് അടക്കമുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ഇന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ 3-നാണ് വോട്ടെണ്ണൽ നടക്കുക. പ്രവിത. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.